ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്കറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഏറ്റുമുട്ടിയപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ 76 റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക 20 ഓവറിൽ 187 എന്നൊരു ഫാസ്റ്റ് സ്കോർ നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ കരുത്തരായ ബാറ്റിംഗ് നിരയുള്ള ഇന്ത്യക്ക് 111 റൺസ് എടുക്കാനേ സാധിച്ചു. ടോസ് വിൻ ചെയ്ത സൗത്ത് ആഫ്രിക്ക ക്യാപ്റ്റൻ ഏഡൻ മാക്രം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവര് ഫസ്റ്റ് ബാറ്റ് ചെയ്തു 177 റൺസ് സ്കോർ ചെയ്തു. തുടക്കത്തിലെ 3 വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും ഡേവിഡ് മില്ലറിന്റെയും ക്രീസിന്റെയും സ്റ്റെപ്സിന്റെയും ഒക്കെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ബലത്തിലാണ് 187 റൺസ് എടുക്കാനായിട്ട് സൗത്ത് ആഫ്രിക്ക സാധിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ബോളിംഗിൽ വളരെ മികച്ച രീതിയിലാണ് ജസ്റ്റ് ബുംറ 4 ഓവറിൽ 15 റൺസ് മാത്രം വിട്ടുകൊടുത്ത് വിക്കറ്റ് വീഴ്ത്തി. ഇന്ത്യയുടെ ബോളിംഗിലേക്ക് വന്ന ബാക്കി എല്ലാവരും തന്നെ സ്പിൻ മാന്ത്രികനായിട്ടുള്ള അല്ലെങ്കിൽ സ്പിന്നെ കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്ന വരുൺ ചക്രവർത്തി 4 ഓവറിൽ 47 റൺസ് വിട്ടുകൊടുത്താണ് ഒരു വിക്കറ്റ്. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യക്ക് 4 ഓവർ 45 റൺ അടിയിട്ടുന്നു. ശിവൻ ദുബെയ്ക്ക് 2 ഓവർ 32 റൺസ് അടിയിട്ടുന്നു. അങ്ങനെ ബാക്കി എല്ലാ ബോളേഴ്സിനും കണക്കിൽക്കറ്റ രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡിൽ ഒരുപാട് പ്രശ്നമുണ്ട്. നമുക്ക് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇഷാൻ കിഷന്റെ ഒരു ഫോമാണ് ഈ ഒരു വേൾഡ് കപ്പിൽ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ നേരിട്ട് നാലാമത്തെ ബോളിൽ തന്നെ ഇഷാൻ കിഷൻ ഔട്ട് ആവും. അതായത് ഒരു ഓഫ് സ്പിന്നർ മാക്രം ബോൾ ചെയ്യാൻ വരുന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. മാക്രം ഫസ്റ്റ് ഓവർ അദ്ദേഹം ആ ഒരു മാച്ചിൽ തന്നെ ഒരു ഓവർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഓവറാണ്. അതിൽ ഇഷാൻ കിഷനെ ബൂറ്റിന് മടക്കാനായിട്ട് മാക്രത്തിന് സാധിക്കുകയും ചെയ്യും. ഇഷാൻ കിഷന്റെ വിക്കറ്റ് പോയതോടുകൂടി തന്നെ കളി കൈവിട്ടു എന്ന് തന്നെയാണ്. കാരണം കിഷന്റെ ഒരു ബാറ്റിംഗ് പ്രകടനമാണ് അഭിഷേക് ശർമ്മ ഓൾറെഡി പ്രൊമോട്ടാണെന്ന് നമുക്കറിയാം. മാച്ചില് 15 റൺ അടിക്കാൻ ഇഷാൻ കിഷൻ പോയി കഴിഞ്ഞാല് ഇലകുവർ വളരെ ഉണ്ടാവും. അന്വേഷിച്ച് വന്നാൽ മലയാളം കാര്യം ചെയ്യാൻ സാധിക്കില്ല. പിന്നെ മാത്രമാണ്. അങ്ങനെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ബാറ്റിംഗ് നിര ചുട്ടുപൊട്ടാരം പോലെ തകർന്നു പോകാൻ സാധിക്കും. അവരുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് മൈക്രോ ജാസ് 4 പ്രകടനം കാഴ്ചവെക്കും. നല്ല പ്രകടനം കാഴ്ചവെക്കും. അങ്ങനെ എല്ലാ ബോളേഴ്സും കേശവ് മഹാരാജ് നല്ല പ്രകടനം കാഴ്ചവെക്കും. അങ്ങനെ എല്ലാ ബോളേഴ്സും ഇന്ത്യയെ വരിഞ്ഞു നോക്കുന്ന ഒരു കാഴ്ചയാണ്. എവിടെയാണ് ഇന്ത്യക്ക് പണി പാളുന്നത്? എവിടെയാണ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ തെറ്റുന്നത്? ഈ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഓപ്പൺ ചെയ്തു 1 ഡൗൺ ഒരു ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ഓപ്പണേഴ്സിനെ ഉപയോഗിച്ചിട്ട് ഇവരെ കൊടുക്കുക എന്നുള്ള തന്ത്രം എല്ലാ ടീമും പഠിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് നെതർലാൻഡിനെതിരായാലും നബീബയ്ക്കെതിരെ ആയാലും അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ആയാലും ഒക്കെ തന്നെ ഇന്ത്യനെ ഓഫൻസിലാണ് ഫസ്റ്റ് ഓപ്പണിംഗ് പ്ലെയർ പൊളിക്കാനായിട്ട് അവർ അതിൽ വിജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അസർ പട്ടേലിനെ മാറ്റിയിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാനുള്ള തീരുമാനം. എന്തുകൊണ്ടാണ് വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കയിൽ 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ പിടിക്കുക എന്ന ഉദ്ദേശം കൊണ്ടായിരിക്കും ഒരു ഫസ്റ്റ് ഓഫ് സ്പിന്നർ ആയിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ മുന്നേ തന്നെ ഓപ്പണേഴ്സിനെ പരിപാലിക്കാനായിട്ട് ജസ്റ്റി ബുംറയ്ക്കും അതുപോലെ അശ്വദീപ് സിംഗിനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഷിംഗ്ടൺ സുന്ദറിനെ ഉൾപ്പെടുത്തിയത് വേസ്റ്റ് ആയി പോയി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം അസർ പട്ടേലിനെ പോലെ മികച്ച ഒരു താരത്തെ മാറ്റി നിർത്തിയത് വളരെയധികം ക്ഷീണം ചെയ്തു എന്നുള്ളതാണ്. സൂപ്പർ 8-ൽ ഇനിയുള്ള ഇന്ത്യയുടെ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ സെമിയിലേക്ക് കടക്കണമെങ്കിൽ ഈ 76 റൺസ് നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നെറ്റ് റൺ റേറ്റ് ഭയങ്കര അതായത് കുറഞ്ഞു പോയിട്ടുണ്ട്. T20 ഫോർമാറ്റിൽ 76 റൺസിനൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീകരമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സിംബാബ്വെ ആയിട്ടുള്ള കളിയും വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള കളിക്ക് ഇന്ത്യ 1 മാർജിനിൽ ജയിക്കേണ്ടി വരും. ദക്ഷിണാഫ്രിക്ക ഇനി സേഫാണ്. ദക്ഷിണാഫ്രിക്ക ഇനിയിപ്പോൾ സിംബാബ്വെ ആയിട്ടോ വെസ്റ്റ് ഇൻഡീസ് ആയിട്ട് കളി ജയിച്ചാൽ പോലും അവർക്ക് 4 പോയിന്റ് ആവും. അങ്ങനെ വെസ്റ്റ് ഇൻഡീസിന് ഇന്ത്യക്ക് 4 പോയിന്റ്, ഈ 3 ടീമിന് 4 പോയിന്റ് വീതം ലഭിച്ചു സിംബാബ്വെ എല്ലാ കളിയും തോറ്റാൽ പോലും ഈ നെറ്റ് റൺ റേറ്റ് ഇന്ത്യക്ക് കുറവായതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയും പിന്നിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതുപോലെ വലിയ മാർജിനിൽ സിംബാബ്വെനെയും വെസ്റ്റ് ഇൻഡീസിനെയും പരാജയപ്പെടുത്താൻ രീതിക്ക് സാധിക്കും. അതൊക്കെ സാധിക്കും, ഈ ടീം സാധിക്കുന്ന സംശയമാണ്. അപ്പൊ ഇന്ത്യയുടെ ഒരു സെമി സാധ്യത ഒരു 50% അടഞ്ഞു എന്നാണ് എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. നമുക്കറിയാം ഈ ഹിസ്റ്ററിയുടെ ചരിത്രത്തില് ആതിഥേയത്വം വഹിക്കുന്ന ടീം ഇന്നെ അവർ കപ്പടിച്ചിട്ടില്ല എന്ന ചരിത്രം വീണ്ടും ആവശ്യമാണോ എന്നത്. അതുപോലെ ശ്രീലങ്കയുടെ പ്രകടനം നമ്മൾ കണ്ടത് ഇംഗ്ലണ്ടിനെതിരെ അവർ 95 റണ്ണോളം തന്നു. അപ്പൊ അവരും T20 ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സിംബാബ്വെക്കെതിരെ തോറ്റ ടീമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. 12 T20 ഫോർമാറ്റിലെ 12 മത്സരം തുടർച്ചയായി ജയിച്ചതിന് ശേഷമാണ് ഈ തോൽവി അടങ്ങിയിട്ടുള്ളത്. ഏത് മാക്രോ അതായത് ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയുടെ തോൽവിയില്ലായ്മയാണ് ഈ ഒരു മാച്ച് മുന്നേ നമ്മളെ അലട്ടിയിരുന്നത്. അവിടെ ഇന്ത്യ ഡിക്കോക്കിന്റെ ഒരു ഫോമില്ലായ്മ അവരെ അലട്ടുക. എന്തായാലും ഇന്ത്യക്ക് ഇനി മുന്നേറാനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ
വളരെയധികം ആലോചിക്കേണ്ടത്. സൂര്യകുമാർ യാദവിന്റെ ഒരു ക്യാപ്റ്റൻസിയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഗംഭീർ കോച്ചായിട്ടുള്ള ഗംഭീറിന്റെ ഇടപെടല് എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ട്, അത് വളരെ ദോഷമായിട്ട് ഇന്ത്യക്ക് ബാധിക്കുന്നു എന്നുള്ള തോന്നലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പം ഈ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 4 ഓവറിൽ 20 റൺസിന് 3 വിക്കറ്റ്, അതായത് പേസർമാരെ ഇറങ്ങി, അതായത് 4 ഓവറിൽ 3 വിക്കറ്റ് പോയ സമയത്ത് അവിടെ വരുൺ ചക്രവർത്തി എറിയേണ്ട യാതൊരു വിധത്തിൽ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഫാസ്റ്റ് ബോളേഴ്സിന്റെ ഫസ്റ്റ് 2-3 ഓവറിൽ അടി കിട്ടുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു സ്പിന്നേഴ്സിനെ കൊണ്ടൊന്നും തെറ്റില്ല. പക്ഷെ അവര് നല്ല മികച്ച രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചക്രവർത്തിയെ കൊണ്ടിരിക്കും. ചക്രവർത്തി അധികം റൺസ് വിട്ടുകൊടുക്കുന്നത്, 15 റൺസോളം വിട്ടുകൊടുക്കും 5ാമത്തെ ഓവർ. അവിടെ തൊട്ട് തന്നെ ഇന്ത്യയിടയ്ക്ക് കണക്കൂട്ടിൽ പിഴച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ചക്രവർത്തി ലാസ്റ്റ് ഓവറിലേക്ക് വരുമ്പോൾ, ഡെത്ത് ഓവറിലേക്ക് ചെയ്യുമ്പോൾ ബുംറേനെ 16ാമത്തെ ഓവർ ജയിക്കുന്നു. അതിനുശേഷം 20ാമത്തെ ഓവർ ബാലൻസ് വന്നതിലേക്ക് അവിടെ വീണ്ടും ഹാർദിക് പാണ്ഡ്യനെ എറിയുന്നു. അവിടെ 20 റൺസ് അനാവശ്യമായിട്ട് പോകുന്ന സാഹചര്യം. അതുപോലെ തന്നെ ആ ഗ്രീസും അതുപോലെ തന്നെ മില്ലറും ആ ഒരു പാർട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ബുംറയ്ക്ക് വേണമെങ്കിൽ ഒരു ഓവർ കൊടുക്കാമായിരുന്നു. അവിടെ ഒന്നും ബുംറേനെ എറിയിക്കാതെ അവസാനം ഇന്ത്യ കൈ വിട്ടു എന്ന സാഹചര്യത്തിൽ മില്ലർ ഔട്ടായതിനു ശേഷമാണ് തൊട്ടടുത്ത ഓവറാണ് ബുംറയ്ക്ക് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ ഈ ബോളിംഗ് ചേഞ്ചിന്റെ കാര്യത്തിലായാലും ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലും ഈ സൂര്യകുമാർ യാദവ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പോരാട്ട വീര്യവും കാഴ്ചവെക്കാതെയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കെതിരെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പറയാം, നമുക്കറിയാം ഭയങ്കര ഹൈപ്പായിലാണ് ഇന്ത്യ വന്നത്. ഇന്ത്യ ഏത് ടീമിനെ പരാജയപ്പെട്ട നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫീൽഡിംഗ് എല്ലാം ഉണ്ട് എന്ന് അവകാശപ്പെട്ട ഇന്ത്യയുടെ ഒരു ദൗർബല്യം എത്രത്തോളം ഉണ്ട്, വീക്ക്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ടൂർണമെന്റിൽ എല്ലാ കളികളിലും കാണുന്നുണ്ട്. ഇപ്പൊ നെതർലാൻഡ്സിനെതിരെ ആണെങ്കിൽ പോലും ജസ്റ്റ് മാർജിനിലാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ ഒരു ഫൈനലിലേക്ക് കടക്കില്ല, അല്ലെങ്കിൽ കപ്പടിക്കാൻ സാധ്യതയില്ല ഈ ടീമിനെയും കൊണ്ട് ഈ രീതിയിൽ ബാറ്റിംഗ്, ഈ രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കയായിട്ടുള്ള പ്രകടനം എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്ക നമുക്കറിയാം ഭാഗ്യത്തിന്റെ ഒരു ഭാഗ്യമില്ലായ്മ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ടീമാണ് ദക്ഷിണാഫ്രിക്ക. പല അവസരങ്ങളിൽ അവർ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് അവർക്ക് ചാമ്പ്യൻ ആവാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന ടീമാണ് ദക്ഷിണാഫ്രിക്ക. പിന്നെ കഴിഞ്ഞ ടെസ്റ്റ് ലോകകപ്പിൽ അവര് കപ്പടിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് അവരുടെ അത് മാറിയെന്ന് നമുക്ക് വിചാരിക്കാം. ഇന്ത്യനെ എല്ലാവരും നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇത് ഒരു വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ കപ്പ് നേടുവാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് കപ്പിന്റെ നേതൃത്വത്തിൽ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഒരു സെമി സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വരും മത്സരങ്ങൾ, അത് ഇന്ത്യയുടെ മാത്രമല്ല സൗത്ത് ആഫ്രിക്കയുടെയും മറ്റ് ടീമുകളുടെ, സിംബാബ്വേയുടെയും വെസ്റ്റ് ഇൻഡീസിന്റെ ഒക്കെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഒരു മുന്നോട്ടുള്ള വിധി എങ്ങനെയായിരിക്കും നിർണ്ണയിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയും നല്ലൊരു മികച്ച പ്രകടനം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യചിഹ്നം. ഇത് ഏറ്റവും നിർണായകമായിട്ടുള്ള മാച്ചിലാണ് ഇന്ത്യ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. ജസ്റ്റിൻ ബുംറ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബോളറായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ട് നമ്മൾ വില കുറച്ച് കണ്ടിരുന്നത്. അദ്ദേഹം അത്ര മനോഹരമായിട്ടാണ് ബോൾ ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ടിന് പോലും ഇന്ത്യയെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പം എവിടെയാണ് പണി വാളിയത്, എവിടെയാണ് ക്യാപ്റ്റന് പിഴച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ കോച്ചിന് പിഴച്ചതെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന് കൂടുതൽ ചർച്ചകളുണ്ടാവും. ഈ ഒരു ലോകകപ്പിൽ സൂപ്പർ 8 കടക്കാൻ കഴിയാതെ ഇന്ത്യ പുറത്തായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസിയും ഗംഭീറിന്റെ കോച്ച് സ്ഥാനം ഒക്കെ ചോദ്യം ചെയ്യപ്പെടും. പുതിയ താരങ്ങൾ ഇന്ത്യയുടെ ടീമിലേക്ക് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡ് സഞ്ജു എന്ന് പറയുന്നില്ല, സഞ്ജു അല്ലെങ്കിൽ വേറെ ഇപ്പോൾ SSC ജയ്സ്വാൾ അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി പ്ലേയേഴ്സിനെ നമുക്ക് ഇതിലേക്ക് അതായത് ലെഫ്റ്റ് റൈറ്റ് നോക്കാതെ തന്നെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ പുറത്തിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ വാഷിംഗ്ടൺ സുന്ദറിനെ ഇറക്കി അല്ല റിങ്കു സിംഗിനെ ഇറക്കിയ സമയത്ത് സിറാജിനെ ഇറക്കുമായിരുന്നു. അപ്പം മതിയായിരുന്നു, ഇന്ത്യക്ക് നല്ലൊരു ബോളിംഗിൽ കുറച്ചും കൂടി പിടിമുറുക്കാമായിരുന്നു. അവർ കണ്ടില്ല, അവർ 2, 3, 4 ഫാസ്റ്റ് ബോളേഴ്സിനെ ഇറക്കിയിട്ടാണ് അവർ കളിച്ചിട്ടുള്ളൂ. അപ്പൊ ഇന്ത്യക്ക് ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയും ബുംറയും അശ്വതിയും മാത്രമാണ്. ഹാർദിക് പാണ്ഡ്യ ഒരു ഫീവർ ബോളർ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ, ഓൾറൗണ്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വെച്ചിട്ട് എത്രത്തോളം ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യത്തിന്. റിങ്കു സിംഗ് വളരെ ഫ്ലോപ്പാണ്. ഈ ഒരു ടൂർണമെന്റിൽ തന്നെ വളരെ കുറച്ച് റൺസ് നേടിയേക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് റിങ്കു എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫീൽഡ് ചെയ്യും എന്നുള്ളതാണ് റിങ്കുവിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അവിടെ റിങ്കുവിനെ മറ്റു സിറാജിനെ ഇറക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മാച്ച് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരം അസർ പട്ടേലിനെ ഇറക്കുമായിരുന്നെങ്കിൽ ആ ഒരു ടീം 11 ഇറക്കിയത് തന്നെ ഇന്ത്യക്ക് പണി പാളിയിട്ടുണ്ട്. അപ്പോൾ ടോസ് ഇടുന്നതിന്റെ മുന്നേ ഇന്ത്യയെ പരാജയം സമ്മതിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളുണ്ടാവും. വരുന്ന മാച്ചുകളൊക്കെ പരിശോധിക്കാം. ഇന്ത്യ സെമിയിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായം ദയവായി കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസ് എല്ലാവരും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.